ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന സിനിമയാണ് രാമായണം. നിതേഷ് തിവാരിയാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ചില അപ്ഡേറ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും യൂട്യൂബിൽ നിന്നുമൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രൺബീർ കപൂറും സായി പല്ലവിയും യാഷും സണ്ണി ഡിയോളും രവി ദുബൈയുമൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഈ ചിത്രത്തിൽ രാമനായി രൺബീർ കപൂറും രാവണനായി യാഷും എത്തുന്നു. സായി പല്ലവിയാണ് സീതയാകുന്നത്. ലക്ഷ്മണനായി രവി ദുബൈയും ഹനുമാനായി സണ്ണി ഡിയോളും ഈ ചിത്രത്തിൽ വേഷമിടുന്നു. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹോളിവുഡ് സംഗീതജ്ഞൻ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ്. ചിത്രം നിർമ്മിക്കുന്നത് നമിത് മൽഹോത്ര. ഇതിന്റെ സഹനിർമ്മാതാവ് യാഷാണ്. രാമായണത്തിന്റെ VFX കൈകാര്യം ചെയ്തിരിക്കുന്നത് 8 തവണ ഓസ്കാർ നേടിയ DNEG ആണ്. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം അടുത്ത വർഷം ദീപാവലിക്ക് റിലീസ് ചെയ്യും. രണ്ടാം ഭാഗം 2027 ദീപാവലിക്കാണ്. രാമായണത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിരിക്കുകയാണ്. 800 കോടിയിലധികമാണ് ചിത്രത്തിൻ്റെ മുതൽ മുടക്കെന്നാണ് പറയുന്നത്. ചിത്രം ഒരു ദൃശ്യവിസ്മയം തന്നെ സമ്മാനിക്കുമെന്ന് ടീസറിൽ നിന്നും സൂചന ലഭിക്കുന്നു. രാമനായി രൺബീറും രാവണനായി യാഷും എത്തുമ്പോൾ സീതയെ അവതരിപ്പിക്കുന്ന സായി പല്ലവിക്ക് വിമർശനങ്ങളാണ് ലഭിക്കുന്നത്. സായി പല്ലവി സീതയാകാൻ അനുയോജ്യമല്ല എന്നതാണ് പ്രധാന വിമർശനം. ഒരുപക്ഷെ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവായി മാറും സായി പല്ലവിയുടെ വേഷമെന്നാണ് പലരും കമൻ്റ് ചെയ്യുന്നത്. സായി പല്ലവി സീതയായി മിസ്കാസ്റ്റ് ആണെന്നും സീതയാകാനുള്ള ലുക്ക് സായി പല്ലവിക്ക് ഇല്ല എന്നുമാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ. സായി പല്ലവിക്ക് പകരം ഏതെങ്കിലും പുതുമുഖത്തിന് റോൾ നൽകാമായിരുന്നുവെന്നും അല്ലെങ്കിൽ കയാദു ലോഹറായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ചിലർ നടിയെ പിന്തുണച്ചും രംഗത്തെത്തി. ശ്യാം സിൻഹ റോയി എന്ന ചിത്രത്തിലെ നടിയുടെ പ്രകടനം കണ്ടു നോക്കണമെന്ന് നടിയെ അനുകൂലിക്കുന്നവർ പറയുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് സായി പല്ലവിയുടെ പ്രതികരണം ഇതായിരുന്നു: സീതാദേവിയുടെ അനുഗ്രഹത്താൽ ഇതിഹാസം പുനഃസൃഷ്ടിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവർക്കൊപ്പം അവരുടെ യാത്രയുടെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നാണ് സായി പറയുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് രൺബീർ കപൂറിന് 75 കോടി രൂപയാണ് പ്രതിഫലം. നായിക സായി പല്ലവിക്ക് 6 കോടി രൂപയാണ് പ്രതിഫലമെന്നാണ് പറയപ്പെടുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം 850 കോടിക്കും രണ്ടാം ഭാഗം 900 കോടിക്കുമാണ് പൂർത്തിയാകുന്നത്. രണ്ടിൻ്റെയും കൂടി നിർമ്മാണ ചെലവ് 1600 കോടി ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സിനിമയുടെ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള ചെലവാണത്. കൽക്കിയായിരുന്നു ഇതുവരെ നിർമ്മിച്ച ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ചിലവേറിയത്. 600 കോടിയായിരുന്നു അതിൻ്റെ ബഡ്ജറ്റ്. RRR, ആദിപുരുഷ് എന്നിവ തൊട്ട് പിന്നാലെയുണ്ട്. ഈ 2 സിനിമകളുടെ നിർമ്മാണ ചെലവ് 550 കോടിയോളമായിരുന്നു. രൺബീർ കപൂറിന് ആദ്യ ഭാഗത്തിലെ അഭിനയത്തിന് 75 കോടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മാസ്ത്രയ്ക്ക് 25 കോടിയായിരുന്നു വാങ്ങിയത്. ഇപ്പോൾ 3 മടങ്ങായി. യാഷിന് 50 കോടിയാണ് പ്രതിഫലം. ഏറ്റവും കൗതുകം, നായികയായി എത്തുന്ന സായി പല്ലവിക്ക് 6 കോടി മാത്രമേ ഉള്ളൂ എന്നതാണ്. സിനിമയിലെ യുദ്ധരംഗങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡിലെ പ്രമുഖരായ ടെറി നോട്ടറി, ഗൈ നോറിസ് എന്നിവർ ചേർന്നാണ്. അവഞ്ചേഴ്സിലെ സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തയാളാണ് ടെറി നോട്ടറി. ക്യാപ്റ്റൻ അമേരിക്കയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ റാംസെ അവേറിയാണ് സിനിമയുടെ പ്രധാന പ്രൊഡക്ഷൻ ഡിസൈനർ.